എടാ ഫ്രാങ്ക്ലിന്, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇറങ്ങിപ്പോടാ, നിനക്കവിടെ പണിയൊന്നുമില്ല. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ കയ്യിലേ അധികം പൈസ ഇല്ല. മുന്നേ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എല്ലാം ചിലവായി പോയി. ഇപ്പം എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്ത് ജോലിയായാലും കുഴപ്പമില്ല. അതിപ്പോൾ കക്കൂസ് കഴുകണ ജോലിയായാലും കുഴപ്പമില്ല, ഞാനത് ചെയ്തോളാം. എനിക്കൊരു ജോലി സെറ്റാക്കി തന്നാൽ മതി. എടാ ഫ്രാങ്ക്ലിന്, നിനക്കെന്താ പ്രശ്നം? ഇവിടെ എനിക്ക് തന്നെ പണിയില്ല, അന്നേരം നിനക്ക് ഇങ്ങനെ പണി തരാ? നിനക്കും പണിയൊന്നുമില്ല. അതെ, ഒന്ന് പോയി തരുമോ പ്ലീസ്? എന്നെ ശല്യപ്പെടുത്തല്ലേ. ആണോ? എന്നാ ശരി, ഞാനിവിടെ നിന്ന് പോവാ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടേ ഒരു കാര്യമില്ല. എനിക്കിവിടെ പണി കിട്ടാൻ പോണില്ല. ഗൈസ്, അതെ, നൈസായിട്ട് പണി പാളിട്ടാ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ അധികം പൈസ ഇല്ല. ഈ സിറ്റിയിലാണെങ്കിൽ ജോലിയും കിട്ടാനില്ല. അയ്യോ ചേട്ടാ, എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണേ? എൻ്റെ കയ്യിൽ അല്ലെങ്കിലും പൈസ ഇല്ല. ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയും കൂടെ ഉള്ളോ. ഈ കാണുന്ന ഡിഫൻഡർ ഇല്ലേ, അത് വിൽക്കുക. അല്ലാണ്ടിപ്പോൾ വേറെ വഴിയില്ല. ഈ വണ്ടിക്ക് പിന്നെ ഏകദേശം 1 കോടി ഉണ്ട്. ഇത് വിൽക്കണമെങ്കിൽ ഒരു 50 ലക്ഷം കിട്ടും. 50 ലക്ഷം കിട്ടുമെന്നാണ് എൻ്റെ സംശയം. ആ, കിട്ടണത് കിട്ടട്ടെ. കുറച്ച് പൈസ കിട്ടുമല്ലോ, അത് മതി. മുന്നേ എൻ്റെ കയ്യിലേ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചിലവാക്കി കാശ് തീർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇപ്പം എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഇനി എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം. ഈ സിറ്റിയിലാണെങ്കിൽ ജോലിയും കിട്ടാനില്ല. നാളെ ഇപ്പോൾ നമുക്ക് വേറെ സിറ്റിയിൽ പോവാം, എന്നിട്ട് അവിടെ പോയിട്ട് ജോലി നോക്കാം. ഒരു മിനിറ്റ്, ഇതെന്തത്? എൻ്റെ വീടിൻ്റെ അടുത്ത് എന്തുണ്ടല്ലോ, എന്തോ ഒരു ഷെഡ് പോലത്തെ സംഭവം പണിത് വെച്ചിട്ടുണ്ട്. ആ, അത് നമുക്ക് പിന്നെ നോക്കാം. നമുക്കിനി പോയിട്ടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. എന്താണോ, ഞാൻ ആകെ ടയേർഡായി. അല്ല, ഇതെന്തത്? ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂടി വെച്ചേക്കണ്? അതിനകത്തൊരു കാറുണ്ടല്ലോ, അതും ഒരു ഗോൾഡൻ കാറ്. ഇത് മെഴ്സിഡസിന്റെ ജി വാഗൺ അല്ലേ? പക്ഷെ എൻ്റെ പൊന്ന്, അയ്യാ, ഞാൻ അവിടെ തലടിച്ച് വേണേ. ആ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഗൈസ്, ഇത് കണ്ടില്ലേ? ഇതിനകത്തൊരു കാറുണ്ട്. ഈ കാറ് പക്ഷെ എങ്ങനെ പുറത്തേക്ക് എടുക്കുക? ഞാനിപ്പോൾ അതാ ആലോചിക്കണേ. ഈ കേജ് ആണെങ്കിൽ നമുക്ക് പൊളിക്കാനും പറ്റില്ല. ഇത് പൊളിക്കാണ്ട് ഈ കാറ് പുറത്തേക്ക് എടുക്കാനും പറ്റില്ല. അതെ, നമുക്ക് ഈ കേജ് ഇല്ലേ, അത് പൊളിച്ചു നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ AK-47 ഉണ്ട്, അത് വെച്ച് വെടിവെക്കാം. വെടിവെച്ചിട്ടും ഒന്നും സംഭവിക്കണില്ല ഏട്ടാ. ഈ കേജ് ഭയങ്കര സ്ട്രോങ്ങാ. ഇതപ്പോൾ എങ്ങനെ പൊളിക്കുക? ഇത് പൊളിക്കാണ്ട് ആ കാറ് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. ഒരു മിനിറ്റ്, എൻ്റെ ഫോണിൽ എന്തോ മെസ്സേജ് ഒന്നുമില്ലോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടാസ്ക് ടു അൺലോക്ക് ദ കാറ്. ഐ ശരി, ഈ കേജ് ഓപ്പൺ ആക്കണമെങ്കിലേ ഈ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന്, എന്നാൽ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ എന്ന്. ശരി, നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ടാസ്ക് ഇതാ: ഗോ ഇൻസൈഡ് ദ ടണൽ. യു വിൽ ബി ടെലിപ്പോർട്ടഡ് ടു ഏലിയൻ പ്ലാനറ്റ് ആൻഡ് കില്ല് 20 ഏലിയൻസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതിലെന്തിട്ടോ പറഞ്ഞേക്കണ്? എനിക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല. ഗോ ഇൻസൈഡ് ദ ടണല്. ഇവിടെ എവിടെ ടണലല്ലേ? ഒരു മിനിറ്റ്, ഇനിയിപ്പോൾ ഇതിൻ്റെ കുറിച്ചാണോ പറയണേ? ഇവിടെ എന്തോ ഒരു ടണൽ പോലത്തെ സംഭവം ഉണ്ട്. നമുക്കപ്പോൾ ഇതിനകത്ത് കയറണം. അന്നേരം നമ്മളെ ഏതൊരു ഏലിയൻ പ്ലാനറ്റിൽ സ്പോണാവും. അവിടെ പോയിട്ട് 20 ഏലിയൻസിനെ കൊന്നുകളയണം, അങ്ങനെയാണ് പറഞ്ഞേക്കണത്. അന്നേരം നമുക്ക് ആ കേജ് അൺലോക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അതിൽ വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അത് പിന്നെ ലൈക്കും സബും ചെയ്യാനാ. അത് പിന്നെ നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കണു. ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഈ ടണലിൻ്റെ അകത്തേക്ക് കയറാം, എന്നിട്ട് ആ 20 ഏലിയൻസിനെ കൊന്നുകളയാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ഏലിയൻ പ്ലാനറ്റിൽ എത്തിയേക്കാണ് കേട്ടാ. മേലെ ഒരു UFO പറന്ന് പോണ്ട്. അതിൻ്റെ അകത്താണോ ഏലിയൻസ് ഉള്ളത്? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതിനങ്ങ് വീഴ്ത്തിടാം. ഏയ്, ഇതെന്തത്? അതിനൊന്നും സംഭവിക്കണില്ല.
ഏയ് ഇതെന്തത്? എൻ്റെ അടുത്തേക്ക് ഏലിയൻസ് ഒന്നുമല്ലോ. എടാ ഫ്രാങ്കിന്, നീ ഇങ്ങോട്ടേക്ക് വന്നൂലേ? നീ വലിയൊരു തെറ്റ ചെയ്തേ. നീ ഇനി ഇവിടുന്ന് ജീവനോടെ പോവില്ല. നമ്മളെല്ലാരും നിന്നെ കൊന്നളയും. ആ ബെസ്റ്റ്. നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറയണു, എന്നിട്ട് നിങ്ങളാണല്ലോ ചാവണേ. ഞാനിവിടെ 5 ഏലിയൻസിനെ കൊന്നളഞ്ഞു. ഇനി 15 പേരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മിനിറ്റ്, അവിടെ ഇഷ്ടം പോലെ ഏലിയൻസ് ഉണ്ട്, എല്ലാത്തിനും തീർത്തളയാം. എടാ ഫ്രാങ്കിന്, നീ ആളെ കൊള്ളാലോ. നമ്മുടെ പയ്യന്മാരെ അടിക്കാറയ്യ. എന്നിട്ടായാലും ഒരു കാര്യം പറയാം, നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. ഇവിടെ ഇഷ്ടം പോലെ ഏലിയൻസ് ഉണ്ട്. 2 ലക്ഷം ഏലിയൻസ് ഉണ്ട് ഈ പ്ലാനറ്റില്. 2 ലക്ഷം ഏലിയൻസാ? അത്ര പേരെ എനിക്ക് കൊല്ലാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ അതിന് മാത്രം ബുള്ളറ്റ് ഇല്ല. എൻ്റെ കയ്യിൽ പിന്നെ പിസ്റ്റലും സ്നൈപ്പറും മാത്രമല്ലോ. എൻ്റെ കയ്യിൽ RPG ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല. അതെങ്ങോട്ടേക്കാണോ പോയേ? ഇവന്മാരെ പിന്നെ പിസ്റ്റൽ വെച്ച് കൊല്ലാനേ ഭയങ്കര പാടാ. എന്തുട്ടായാലും എല്ലാത്തിനും തീർത്തളയാം. ഞാനിപ്പോൾ 12 പേരെ കൊന്നളഞ്ഞുട്ടാ. ഇനി 8 പേരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അവരെയും കൂടി കൊന്നു കഴിഞ്ഞാൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവും. ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോവാ? ഞാനിപ്പോൾ അതാ ആലോചിക്കണേ. എന്തുട്ടായാലും നോക്കി നോക്കാം. തൽക്കാലം ആ 8 പേരെ കൊന്നളയാം. എടാ പൊട്ടന്മാരെ, നിങ്ങൾ എന്തുട്ടാ ചെയ്യാണ്? ആ ഫ്രാങ്ക്ലിനെ കൊന്നാളാ. നമ്മൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഒരാളെന്നെ കൊല്ലാൻ പറ്റണില്ലേ? കഷ്ടം. ഇവനിപ്പോ എല്ലാരും കൊന്നാളായല്ലോ. എന്റെ അമ്മച്ചേ. ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ എല്ലാത്തിനും തീർത്ത് കളഞ്ഞുട്ടാ. ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോവാ. ഓ, ഇതിപ്പോൾ എന്തായേ? ഇത് നമ്മൾ വന്ന വഴിയല്ലേ? നമ്മളിതേ സിറ്റിയിലെത്തിയിട്ടാ. ഏയ്, ആ ടണൽ അവിടെ, അതിങ്ങോട്ടേക്ക് പോയേ. ഇവിടെ ഒരു ടണൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, അത് പോണെങ്കിൽ പോട്ടെ. എന്തായി? ആ കാർ അൺലോക്ക് ആയ? ആ കാർ ഇതേ അൺലോക്ക് ആയിട്ടാ. ഇതാ മറ്റേ മെർസിഡസിന്റെ ജി വാഗണാ, അതും ഗോൾഡൻ കളറ്. എന്നിട്ടായാലും ഇത് നൈസ് കാറാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഇത് പിന്നെ ഗോൾഡൻ കാറല്ലേ, ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറെ ക്യാഷ് കിട്ടും. എന്നാലും ഈ കാറില്ലേ, അതാരാണോ എനിക്ക് തന്നേ. എന്നിട്ടായാലും അയാൾക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഈ കാറില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ഇനിയിപ്പോൾ ഈ കാറ് വിറ്റല്ലേ നമുക്ക് കുറെ ക്യാഷ് കിട്ടും. ഞാൻ ആ ഡിഫൻഡർ ഇല്ലേ, അത് EMI മേടിച്ചേ. ഇനിയിപ്പോൾ എൻ്റെ EMI ഒക്കെ അടച്ച് തീർക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കാറ് പിന്നെ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇത് പിന്നെ ജി വാഗണല്ലേ, ഭയങ്കര സ്പീഡാ. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം, എന്നിട്ട് ഈ കാറങ്ങ് വിൽക്കാം.